യാത്രകൾ ചെറുപ്പത്തിലേ പോവായിരുന്നു. എന്നാലും ജോലിയൊക്കെ രാജിവെച്ച് ഇതിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 2019 കൂടിയൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ നാട് വിട്ടു പോയതാ. ഒരു സീറോ മൊമെന്റിലേക്ക് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു റീസ്റ്റാർട്ടിന് നല്ലത് യാത്രയാണ്. അപ്പം എപ്പോ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഒരു യാത്ര പോയതെന്ന് പറയുന്ന നേരെ നേപ്പാളിലേക്കാണ്. എവറസ്റ്റ് ആണ് ശരിക്കും. ഞാൻ എപ്പോഴും പറയും ഇൻസ്പയർഡ് ബൈ മൗണ്ട് എവറസ്റ്റ്. അവിടെ നിന്ന് കിട്ടിയ ഒരു എനർജി. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ എങ്ങനെ അവിടെ എങ്ങനെ ആളുകൾ ജീവിക്കുന്നു, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരെന്തൊക്കെ കഴിക്കുന്നു, അവരെന്തൊക്കെ കൃഷി ചെയ്യുന്നു, അവരുടെ ജീവിതം, ഒരാളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് ആ നാട്ടിൽ പോകുന്നു. ഇപ്പൊ ഭാഷകളൊക്കെ അനുസരിച്ചാണെങ്കിലും ടെറൈനൊക്കെ അനുസരിച്ചാണെങ്കിലും ശരിക്കും നമ്മളിവിടെ ചെയ്യുന്ന പോലൊന്നും അല്ല അവിടുത്തെ പല കാര്യങ്ങളും. അപ്പം അതൊക്കെ കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. സവായി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് ശരിക്കും നമ്മൾ ഈ ഒരു ആധുനിക ലോകത്ത് നിന്നൊക്കെ മാറിയിട്ട് കാട്ടില് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു ശരിക്കും മൊത്തത്തിലൊരു ടൈം ട്രാവൽ ചെയ്തു പോയ ഒരു ഫീല് ശരിക്കും അവിടെ ചെന്നപ്പോ കിട്ടി. വേട്ടയാടി ഭക്ഷണം കഴിക്കുക, അതുകൂടാതെ പന കഴിക്കുന്ന ആളുകളെയൊക്കെ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ കണ്ടത്. അതുകൂടാതെ ഇപ്പം നമുക്കിപ്പോ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒന്ന് മീൻ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോകുന്നു. ഇതിപ്പോ ഇവിടെയൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ പോകുന്നു, വാങ്ങുന്നു, പൊരിക്കുന്നു, കഴിക്കുന്നു. അവിടെ മീൻ പിടിക്കണമെങ്കിൽ കാട്ടിലൂടെ നടന്ന് പുഴയിൽ പോയി കഷ്ടപ്പെട്ട് അത് പിടിക്കണം. ഇച്ചിരി ഇറച്ചി തിന്നണമെന്ന് തോന്നുവാണെങ്കിൽ കാട്ടിൽ പോയി വേട്ടയാടി പിടിച്ചുകൊണ്ട് വരണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പൊ ഇന്ന് എന്റെ ഷോയിലുള്ളത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒരുപാട് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് കണ്ടു, ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോസ്, ബിസിനസ് ഇന്റർവ്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക അല്ലെ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൂടെ. അപ്പൊ ദേ ഇനി അടുത്ത മാസം തൊട്ട് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ട്രാവൽ ഒക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഒരു ട്രാവൽ എക്സ്പേർട്ട്, എന്താ പറയുക, ട്രാവൽ എക്സ്പ്ലോററിനെയാണ് എന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ബാക്ക് പാക്കർ സുധി. യെസ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആദ്യം തന്നെ നെയിം ബാക്ക് പാക്കർ. ഒരു ബാഗിൽ, ഒരു ചെറിയ ബാഗിലാണോ എല്ലായിടത്തും കൂടെ പോകുന്നത്? ബാക്ക് പാക്കിംഗ് ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, സിമ്പിളായിട്ട് യാത്ര ചെയ്യുക, അധികം ഹെക്ടിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൂടെ ഇല്ലാതെ എല്ലാം ചെറിയൊരു ബാഗിൽ ഒതുക്കി നമ്മുടെ ലോകം തന്നെ അതിൻ്റെ അകത്ത് ഒതുക്കിയിട്ട് നമ്മളങ്ങനെ യാത്ര പോവാ. ഓക്കെ, അതിലെല്ലാം കൊള്ളൂ. എനിക്ക് തന്നെ ഒരു ജസ്റ്റ് ഒന്ന് 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ എന്തോ ഒരു ലഗേജസ് ഉണ്ടാവും. ആ ബാഗ് എല്ലാം എത്ര ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകുന്നേ ട്രാവൽ ചെയ്യുമ്പോ അങ്ങനെ ഡ്രസ്സിന്റെ കണക്കൊന്നുമില്ല. നോർമലി ഉണ്ടല്ലോ, യാത്ര ചെയ്യുമ്പോ മാക്സിമം ഞാൻ ലഗേജ് കുറച്ച് യാത്ര ചെയ്യുമ്പോൾ അത് വെയിറ്റ് എത്ര കുറയുന്നു അത്ര ദൂരം നമുക്ക് നടക്കാം. വലിയ ഹെക്ടിക് ഒന്നും ഇല്ലാതെ നമുക്ക് പോകാം. മൂവ് ചെയ്യുമ്പോ ഈസി ആണെങ്കിൽ കാഴ്ചകൾക്ക് കളർ കൂടും. അതെ, ഇത് സന്തോഷ് സാറ് പറഞ്ഞ പോലെ മീര ചേച്ചി ഒന്ന് ഏറിപ്പോയതായിരുന്നു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് അത് ചോദിക്കുന്നില്ല. അപ്പൊ എന്തുകൊട്ടെ ഈ ട്രാവൽ ഇത്ര ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ലോകം കാണണം അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു ഡിസിഷൻ വരാൻ കാരണം എന്താ? എക്സ്പ്ലോർ ചെയ്യാനുള്ള ഡിസിഷൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രകൾ ചെറുപ്പത്തിലേ പോവായിരുന്നു. എന്നാലും ജോലിയൊക്കെ രാജിവെച്ച് ഇതിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 2019 കൂടിയൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ നാട് വിട്ടു പോയതാ. അതിന് ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോലത്തെ ചില അങ്ങനെ നമ്മള് ഒരു സീറോ മൊമെന്റിലേക്ക് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു റീസ്റ്റാർട്ടിന് നല്ലത് യാത്രയാണ്. അപ്പം എപ്പോ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഒരു യാത്ര പോയതെന്ന് പറയുന്ന നേരെ നേപ്പാളിലേക്കാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഞാൻ പോയി. അത് എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ലോകയാത്രയായിരുന്നു. വേറൊരു രാജ്യം, ലോങ് യാത്രയായിരുന്നു. ഇത്ര ദൂരം ഞാൻ പോയിട്ടില്ല. അതുകൂടാതെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് ആ യാത്രയിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഭാഷ അറിയാത്തൊരു നാട്ടിലേക്ക് എത്തിപ്പെടുന്നത് ആ യാത്രയിലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത്, മഞ്ഞുമല കാണുന്നത്, ട്രെക്കിങ് ചെയ്യുന്നത് വരെ ആ യാത്രയിലാണോ? ഓക്കെ, നേപ്പാളാണ് മാറ്റിമറിച്ച ഒരു യാത്ര. എവറസ്റ്റ് ആണ് ശരിക്കും. ഞാൻ എപ്പോഴും പറയും ഇൻസ്പയർഡ് ബൈ മൗണ്ട് എവറസ്റ്റ്. അവിടെ നിന്ന് കിട്ടിയ ഒരു എനർജി ഉണ്ട്. ആ എനർജിയിലാണ് സീറോ എന്ന് പോയ ഞാൻ ഫുള്ള് ചാർജ് ആയിട്ട് തിരിച്ചു വന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, തീരുമാനിച്ചു യാത്ര തന്നെ
തുടരാം. ഓക്കെ. അങ്ങനെ പിന്നെ യാത്രകൾ ഇപ്പൊ ജോലി രാജിവെച്ചു, എന്തായിരുന്നു അപ്പൊ ജോലി എന്തായിരുന്നു? ഞാൻ ബയോമെഡിക്കൽ സർവീസ് എഞ്ചിനീയർ ആയിരുന്നു. ഓ ഓക്കെ. ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഹോസ്പിറ്റല് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്കാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ജോലിയല്ല, മാനസിക സന്തോഷം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു യാത്രയിൽ ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ ഏറ്റവും അധികം ഞാനായിട്ടിരിക്കുന്നത് അത് ഈ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പൊ പിന്നെ അതിലേക്ക് തന്നെ. അപ്പൊ ഈ 2019 ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറിയത്. അപ്പൊ ജോലി ചെയ്യുമ്പോ ബാംഗ്ലൂർ പോലും ഒന്ന് ഫ്ലൈറ്റ് എടുത്ത് പോണെന്ന് തോന്നിയിട്ടില്ല? ഓ, അപ്പൊ എന്തോ ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം ഈ പേരൻസ് ഇപ്പം ലൈക് ബയോമെഡിക്കൽ, അതിനകത്തൊരു തിരുത്തുണ്ട്. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയല്ല, ആദ്യത്തെ ഹെലികോപ്റ്റർ യാത്രയായിരുന്നു. ഹെലികോപ്റ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട്. ഓക്കെ. അപ്പൊ ഫ്ലൈറ്റിൽ ഇതിനു മുന്നേ ചെയ്തിട്ട്? ഫ്ലൈറ്റിൽ ഞാൻ ചെറിയ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതാ ഞാൻ വിചാരിച്ചേ ബാംഗ്ലൂരിനായിട്ട്. ഇല്ല, കാര്യമായിട്ടില്ല. അതിനു മുമ്പ് ഞാനൊരു 2 തവണ. ഓക്കെ. ഇപ്പൊ ഈ പേരൻസ് ഇപ്പം എന്തൊക്കെ ട്രാവൽ ആണ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ഇപ്പം ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അല്ലെ? അപ്പം അത്രയും വലിയൊരു ഹൈ പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോ തന്നെ പേരൻസ് എന്തായിരുന്നു റെസ്പോണ്ട് ചെയ്ത്? ഓക്കെ, ഞാൻ മടുത്തു, ഇങ്ങനെ റിസൈൻ ചെയ്ത് വന്നു, ഞാൻ ട്രാവൽ ചെയ്ത് നേപ്പാളിൽ നിന്ന് വന്നതിന് ഇപ്പൊ ഒരു ഡിസിഷൻ മനസ്സിലെടുത്തല്ലോ, അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ പേരൻസ് എന്തായിരുന്നു ആദ്യം പറഞ്ഞ ഒരു കാര്യം? അവരെ സംബന്ധിച്ച് അവര് പറഞ്ഞു, നിനക്ക് എന്താണ് ഇനിയിപ്പോ ചെയ്യാൻ തോന്നുന്നത്, നീ എന്ത് ചെയ്യുമ്പോഴാണ് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളത് എന്താണോ അത് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. വീട്ടിൽ നിന്നല്ല, പിന്നീട് യാത്രകൾ പോകുന്ന സമയത്താണെങ്കിലും പല ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ലൈഫിൽ. അതുപോലത്തെ അപകടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ട്. എന്നാലും ഫാമിലി കട്ടയ്ക്ക് കൂടെയുണ്ട്. ചേച്ചി, അമ്മ, അനിയൻ ഒക്കെ എല്ലാരും അവരെ എല്ലാം കട്ടയ്ക്ക് കൂടെയുണ്ട്. ഇപ്പം നമ്മളിപ്പോ ഈ കണ്ടേക്കുന്നത് വീഡിയോസ് ആയാലും ഷോർട്സിലൊക്കെ ഭയങ്കര സംസാരിക്കുന്ന ഒരു സുധീനെയാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ യൂഷ്വലി കുറച്ച് ട്രാവൽ ബ്ലോഗേഴ്സിനൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തപ്പം അവരെല്ലാം ബേസിക്കലി ഇൻട്രോവേർട്ട് ആണ്. ഞങ്ങളുടെ ക്യാമറയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പേസിൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആകുന്നതാണ്. ഇപ്പൊ സുധിയുടെ കേസിൽ എങ്ങനെയാണ്? ആര് ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ചില സമയത്ത് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ചില സമയത്ത് ഞാൻ ഒതുങ്ങിക്കൂടി അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ ഇരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഡിപ്പെൻസ്. അങ്ങനെ ഓരോ സിറ്റുവേഷൻസിനൊക്കെ അനുസരിച്ച് അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ശരിക്കും ഈ ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥമായിട്ടുള്ള എക്സ്ട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. കാരണം അവരിങ്ങനെ ഒതുങ്ങി ഇരുന്നിട്ട് ഒരു പൊട്ടിത്തെറിക്കലുണ്ട്. ആ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട് വൻ എനർജി ആയിരിക്കും. ഒരു ചാൻസ് കിട്ടുമ്പോഴല്ലേ പിന്നെ ഓ ഇവൻ തന്നെയാണോ ഇൻട്രോവേർട്ട്. അതിപ്പോ ഞാൻ എന്നെ സംബന്ധിച്ചും ഇപ്പൊ എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും നീ ഇങ്ങനെയൊക്കെ പറയുമല്ലേ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. ഇപ്പൊ യൂഷ്വലി നമ്മളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ കാണുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇൻസ്റ്റാ റീൽസ് ആയിക്കോട്ടെ, പോകാമെന്ന് തോന്നുമ്പോൾ ഒരു ഗ്ലാമറസ് ആയിട്ട് എന്തെങ്കിലും ഷൂട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ കാണുമ്പോൾ ഓ നമുക്കും പോയാൽ കൊള്ളാന്ന്. പക്ഷെ സുധിയുടെ എല്ലാം ഭയങ്കര റോ ആണ്. ലൈക്ക് ആരും പോകാത്ത വഴികളിലൂടെയാണ് സുധി പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടുവരാനുള്ള ഒരു ഇന്റൻസിലി കൊണ്ടുവന്നതാണോ അതോ സുധിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് ഈ ഡെസ്റ്റിനേഷനുകളിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഒരു നാട്ടിൽ ചെല്ലുമ്പം ആ നാട്ടിലുള്ള ആളുകൾ എങ്ങനെ അവിടെ എങ്ങനെ ആളുകൾ ജീവിക്കുന്നു, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരെന്തൊക്കെ കഴിക്കുന്നു, അവരെന്തൊക്കെ കൃഷി ചെയ്യുന്നു, അവരുടെ ജീവിതം, ഒരാളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് ആ നാട്ടിൽ പോകുന്നു. ഇപ്പൊ ഭാഷകളൊക്കെ അനുസരിച്ചാണെങ്കിലും ടെറൈനൊക്കെ അനുസരിച്ചാണെങ്കിലും ശരിക്കും നമ്മളിവിടെ ചെയ്യുന്ന പോലെ ഒന്നുമല്ല അവിടുത്തെ പല കാര്യങ്ങളും. അപ്പം അതൊക്കെ കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. എന്റെ നാട് കണ്ണൂർ ജില്ലയിലെ ഇപ്പം മലയോര മേഖലയാണ്, മണിപ്പാറ എന്ന് പറയും. അത് കർണാടകയോട് ആ ഒരു ബോർഡർ റീജിയനോടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ എന്റെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുള്ള എന്റെ നാട്, ഞങ്ങളുടെ നാട്ടില് 2000-ലാണ് കറണ്ട് വരുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടില് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പം ചുരുളി സിനിമയില്ല, ചുരുളി സിനിമയിലോട്ട് വണ്ടി ആ ഒരു ജീപ്പ് 4x4 ജീപ്പ് മാത്രമേ അതിന്റെ അകത്ത് പോകത്തുള്ളൂ ആ റൂട്ടില്. അതുപോലത്തെ റോഡുകളായിരുന്നു ഞങ്ങളുടെ നാടിനെ കണക്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വഴികളൊക്കെ അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ ഹീറോസ് എന്ന് പറയുന്നത് ഈ ജീപ്പ് ഡ്രൈവേഴ്സ്, മലയോര മേഖലയിലൂടെ കണക്ട് ചെയ്യുന്നവരായിരുന്നു. അപ്പൊ അവരൊക്കെയാണ്.
ഇപ്പം ഈ നമ്മളിപ്പോ ഓരോ ഗ്രാമങ്ങളിൽ പോയാലും നമ്മൾ ഈ നോർത്തിലൊക്കെ പറ്റി ഇങ്ങനെ ന്യൂസുകളിൽ അല്ലെങ്കിൽ റീൽസിലൊക്കെ കണ്ടവരെ അറിവുള്ളൂ. ആർക്കും ഒട്ടും വിദ്യാഭ്യാസം ഇല്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലവരെ ഇപ്പം അവിടെ ഇപ്പൊ പശുവിനെ കൊന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ കൊല്ലുന്നു. അപ്പൊ അതൊക്കെ എപ്പോഴെങ്കിലും സുധീനെ പേടിപ്പെടുത്തിയിരുന്നു? കാരണം നമ്മുടെ ഒരു ആക്ഷൻ മതി അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ആകാൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ. അത് എപ്പോഴെങ്കിലും പേടിപ്പെടുത്തിയിരുന്നോ? ഞാൻ ഇന്ത്യയിലോട്ട് ഇന്ത്യ യാത്ര തുടങ്ങിയത് 2020 മുതലാണ്. 2020 ആ കോവിഡിന്റെ ഫസ്റ്റ് ലോക്ക്ഡൌണിന് ശേഷം ഞാൻ എൻ്റെ ബൈക്കിൽ മുഴുവൻ മൊത്തം പാക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കുക്കിങ്ങിന്റെ സാധനങ്ങളും അതുകൂടാതെ ടെന്റും ഒക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് രാഹുൽ, ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യമേ ഇറങ്ങിയത്. അപ്പം അന്ന് ഞങ്ങൾ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം വരുന്ന തരത്തിലുള്ള വാർത്തകൾ അതിന് ശേഷം പിന്നീട് അതിന് ശേഷമാണ് ശരിക്കും ഈ സോഷ്യൽ മീഡിയകൾ കുറേം കൂടി ആക്റ്റീവായി പലതരത്തിലുള്ള മടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയത്. നോർത്തിനെ പറ്റിയും അവിടുത്തെ കഥകളെ പറ്റിയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അത്രത്തോളം ഭീകരത കേട്ടിട്ടില്ല. പിന്നെ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ഒരു അനുഭവങ്ങൾ അങ്ങനെ പൊതുവെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മള് അവിടെയുള്ള ആളുകളോട് നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ചായിരിക്കും അവർ തിരിച്ചും ഇതാകുന്നത്. ഇപ്പം ചിലപ്പം ദേഷ്യപ്പെടുന്ന പോലത്തെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ അവരോട് ഇതുപോലെ തന്നെ ഭയ്യാജി അബ് കൈസേ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭയങ്കര സ്വീറ്റ് ആളുകളെ ഭയങ്കരമായിട്ട് കാരണം നമുക്കാണ് യാത്ര ചെയ്യേണ്ടത്, നമുക്കാണ് കാഴ്ചകൾ കാണേണ്ടത്, ആവശ്യം നമ്മുടേതാണ്. അവരെ പോയിട്ട് അവരോട് എതിർത്ത് ചൂടായിട്ടോ പറഞ്ഞിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല. അന്നേരം നമ്മൾ കുറേ കൂടി സ്വീറ്റ് പീപ്പിൾ അന്നേരം നമുക്ക് കുറേ കൂടി അവരും കൂടി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ആരോട് എതിർത്ത് പറയേണ്ട വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടൊക്കെ പറയുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് ഇത് ഏത് നാടിനെ പറ്റിയാണ് പറയുന്നത്. വേറൊരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിന്റെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലോക്ക്ഡൌണിന്റെ അൺലോക്കിംഗ് തുടങ്ങിയ സമയത്താണ് ഞാൻ അങ്ങനെ യാത്ര തുടങ്ങിയത്. അങ്ങനെ പോകുന്ന സമയത്ത് സെക്കൻഡ് ലോക്ക്ഡൌൺ വരാൻ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്തയായിരുന്നു. നോർത്തില് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു, പ്രശ്നങ്ങളാണ്, മുഴുവൻ അടച്ചുപൂട്ടി, ആളുകളൊന്നും പോകുന്നില്ല. ഞാൻ വെസ്റ്റ് ബംഗാളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് ഉത്സവങ്ങള്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവമേ നാട്ടിൽ ഈ വാർത്തകളിലൊക്കെ വരുന്ന കാര്യം എന്താണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ കേൾക്കുന്നത് എല്ലാം ഒന്നും ശരിയല്ല. പിന്നെ നമ്മള് പെരുമാറുന്ന പോലെ നമ്മൾ ചെല്ലുന്ന സിറ്റുവേഷൻസ് ഒക്കെ പോലെ നമ്മൾ അതിനനുസരിച്ച് പെരുമാറുക. ഈ രാത്രി കാലങ്ങളിലൊക്കെ ഉള്ള യാത്രകളൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പൊതുവെ യാത്രയിൽ നമുക്ക് നേരിടാൻ പോകുന്ന ദുരനുഭവങ്ങൾ കുറവായിരിക്കും. എപ്പോഴെങ്കിലും അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ, അയ്യോ ഭയങ്കര മനസ്സിനെ പേടിപ്പെടുത്തിയ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ട്രാവൽ ചെയ്തപ്പോ ഏതെങ്കിലും സ്ഥലത്ത് പോയപ്പം? ഉണ്ട്, ശരിക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എല്ലാ അനുഭവങ്ങളും പറഞ്ഞു ഞാൻ കേക്കട്ടെ. അതെങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഇന്ന് മുഴുവൻ ഇരുന്ന് പറയേണ്ടി വരും. എനിക്ക് പൊതുവെ ഈ അഡ്വഞ്ചർ യാത്രകളോട് ഭയങ്കര താല്പര്യമാണ്. എന്താന്നറിയില്ല, ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്ന ആ ഒരു നാടിന്റെ ഇതൊക്കെ ആയിരിക്കും, മലയോര ഗ്രാമത്തിന്റെ അതിന്റെയൊക്കെ ഒരു സാധനമായിരിക്കും. കാരണം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങള് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പുഴ നീന്തി കിടന്നിട്ടൊക്കെ ആയിരുന്നു. ഞങ്ങള് വൈത്തൂര് പുഴ എന്ന് പറഞ്ഞ പുഴയുണ്ട്, ആ പുഴ നീന്തി കിടന്നിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. അങ്ങനെയല്ല, അതിന് ഇതുണ്ടാവും, ഡ്രസ്സൊക്കെ ഉണ്ടാവും അങ്ങനെ. എന്നാലും പുഴ നീന്തി കിടന്ന് പോയിട്ടാണ് അങ്ങനെ ചില മൊമെന്റുകളിൽ, എല്ലാ ദിവസവും നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ചില മഴയൊക്കെ കൂടുതലൊക്കെ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ നേരത്തെ വിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പുഴയിൽ വെള്ളം കിടക്കാൻ പറ്റുന്നത്. അപ്പം ചെറുപ്പത്തിൽ ആ ഒരു അഡ്വഞ്ചർ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് ഇപ്പം കാണുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, നൊസ്റ്റാൾജിയ സാധനം അതൊക്കെ ഓർമ്മ വരും. അപ്പം അങ്ങനെ ആണ് പൊതുവെ ഈ അഡ്വഞ്ചർ കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ പോയിട്ട് ഇപ്പം ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക മഞ്ഞിലൂടെ ബൈക്ക് ഓടിച്ച ഒരു അനുഭവം, അത് തവാങ്ങില് പോയ സമയത്താണ്, 2021 ആ ഒരു ടൈമില്. ശരിക്കും അവിടെ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ മഞ്ഞ് വീഴ്ച ഉണ്ടായി. അന്നേരം ഇപ്പൊ സേല പാസ്, ഇപ്പം ടണല് വന്നേക്കുന്ന സേല പാസ്, അന്ന് ടണല് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ശരിക്കും സേല പാസിൽ കുടുങ്ങിപ്പോയി. അതായത് അപ്രതീക്ഷിതമായിട്ട് നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച വന്നു. ഞാൻ കയറി ബൈക്കും കൊണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ കൂടി വണ്ടി ഓടിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ ഗ്ലാസിന്റെ അകത്ത് കൂടി നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ ഭയങ്കര സ്ലിപ്പറിയാണ്, നമ്മൾ തെന്നി വീഴും. ഞാൻ അങ്ങനെ കയറുകയും ചെയ്തു. ഇനിയിപ്പോൾ അവിടെ നിന്ന് പുറത്ത് കിടക്കാതെ വേറെ വഴിയില്ല, കാരണം ഭയങ്കര ഫ്രീസിങ് ആണ്, ടെമ്പറേച്ചർ മൈനസിലോട്ട് പോയി, ഭയങ്കരമായിട്ടുള്ള അവസ്ഥ, മുമ്പിലുള്ള ഒന്നും കാണാൻ പറ്റില്ല, അതുപോലെ മഞ്ഞ് വീഴ്ച കാര്യങ്ങളൊക്കെ വരുന്നു, ആകെ പ്രശ്നം. ഞാൻ വിചാരിച്ചു, ഞാൻ അതിനിടയ്ക്ക് കുറേ അധികം തവണ വീണു.
ഓക്കേ. മറിഞ്ഞു വീണു. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് കൊക്കയാണ്, സെലാപാസിലോട്ട് പോയ ആളുകൾക്ക് അറിയാം. അപ്പം അങ്ങനെ വന്ന അവസാനം കുറേ അധികം വീഴ്ചകളൊക്കെ വീണ സമയത്ത് ഞാൻ അവസാനം വിചാരിച്ചു തീർന്നു, എൻ്റെ ലൈഫിൻ്റെ അവസാനമായിരിക്കുന്നു, തീർന്നു എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരിത് വന്ന സമയത്ത് വീണ സമയത്ത് അങ്ങനെ അവിടെ കിടന്നു. അപ്പം നോക്കുമ്പോൾ ഒരു 3 മാലാഖമാരൊക്കെ ഇങ്ങനെ വരുന്ന പോലെ നിഴൽ ഇങ്ങനെ എൻ്റെ അടുത്തടുത്ത് വരുന്നു. ഞാൻ വിചാരിച്ചു മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാലാഖമാര് വരുന്ന ആ ഒരു സംഭവം ആയിരിക്കും. കാരണം എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ സ്വർഗത്തിലെത്തി. നോക്കുമ്പോൾ ഇന്ത്യൻ മിലിറ്ററി ഓഫീസേഴ്സ് ആണ്. അതായത് സെലാപാസിൽ അവിടെ അങ്ങനെ പോസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്ക് കൗണ്ട് ഒക്കെ ഉണ്ട്, താഴേന്ന് കയറി വരുന്ന എത്ര വണ്ടിയുണ്ട്, എത്ര വണ്ടി പാസ് പോയി എന്നൊക്കെ, പാസ് ചെയ്ത് പോയി എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാന് പോയിട്ടില്ല എന്നുള്ളത് അറിഞ്ഞിട്ടോ എന്തോ അവര് വന്നു കറക്റ്റ് സമയത്ത് എന്നെ പൊക്കിക്കൊണ്ട് പോയി ആ ഒരു ട്രീറ്റ് കാര്യങ്ങളൊക്കെ തന്നു. അപ്പം അത്രക്ക് റിസ്ക് എടുത്ത് പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പിന്നീട്. അതാണ് ഏറ്റവും റിസ്കി ഒരു റൈഡ്. അതൊരു ഫസ്റ്റ് മൊമെന്റ്, അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഫസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ട് അത് അന്നൊരു റിസ്കി ആയിരുന്നു. അതിന് പിന്നെ വലിയ തോരണം കിട്ടി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മഞ്ഞിൽ തന്നെ പലതവണ അവലാഞ്ച് വന്നതിന് ശേഷം ഒരു 2 ദിവസം, അതും ടിബറ്റൻ ബോർഡർ റീജിയനിലുള്ള ആ ഒരു വില്ലേജ് ആണ്, ഒരു വില്ലേജ് ഏരിയയിൽ പഞ്ചാജുലി എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. ആ ഒരു മൗണ്ടന്റെ, അതായത് നമ്മളുടെ ടിബറ്റിന്റെ മാനസ സരോവർ ലേക്ക് ഒക്കെ ഇല്ലേ, ആ ലേക്കിന്റെ അങ്ങോട്ടേക്ക് ഇപ്പം ഇന്ത്യ പുതിയ റോഡ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ ഈ ഹിമാലയൻ റേഞ്ചസിന്റെ അപ്പുറത്തെ വശത്ത് എന്തായിരിക്കും കാഴ്ചകൾ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് ആ സൈഡ് പിടിച്ചു പോയതാണ്. അങ്ങനെ പിടിച്ചു പോയപ്പോ ഇതുപോലെ തന്നെ നോർമലി ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്താണെന്ന് അറിയില്ല, സ്വാഭാവികമായിട്ട് നടക്കുന്നതാണെന്ന് അറിയില്ല, ഒന്നെങ്കിൽ മഞ്ഞ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ മഴയായിരിക്കും. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നോർമലി അത് സംഭവിക്കാറുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകളും അതിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പോകുമ്പോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പെയ്യുന്നുണ്ടല്ലോ. ഈവൻ മരുഭൂമിയിൽ വരെ പോയപ്പോ സമയത്ത് അവിടെയും മഴ പെയ്തിട്ടുണ്ട്. അങ്ങനെ പോയ സമയത്ത് അവിടെ അങ്ങനെ മഞ്ഞുവീഴ്ച ഉണ്ടായി. അത് 2 ദിവസം ഭയങ്കരമായ രീതിയിൽ മഞ്ഞ് പെയ്തു. എനിക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റാത്ത രീതിയിലായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അതിന് വേറെ റിസ്ക് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അത് അതിന്റെ ഒരു ഡൈനാമയുടെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു. എന്തായാലും ആ ബോർഡർ വരെ വന്നു, ഇനിയിപ്പോ തിരിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി പോയതാണ്. തിരിച്ചു വരാൻ കാരണം പോകുമ്പോൾ മഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെന്നു, സ്വാഭാവികമായി മഞ്ഞ് പെയ്തു, 2 ദിവസം നല്ല രീതിയിൽ ഇതായി, തണുപ്പ് ഇതായി. അപ്പത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, വർക്കാവുന്നില്ല. പിന്നെ അധികം വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലോറിയോ അല്ല അവിടെ അതുപോലും കിട്ടത്തില്ല. അപ്പൊ എങ്ങനെയായാലും ഇറങ്ങി വരാന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റാർട്ടാകാത്ത, വല്ലപ്പോഴും സ്റ്റാർട്ടാകുന്ന രീതിയിലുള്ള ബൈക്കാണ്. അതിന്റെ ഡൈനാമൈഡ് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ അതുമായിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവലാഞ്ച് വന്നു. ഭാഗ്യത്തിന് വീണില്ല, അതിന്റെ അവിടെ ഞാൻ സ്റ്റക്കായി. അന്നും എന്നെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ മിലിറ്ററി ആയിരുന്നു. അവരുടെ കൂടെ ക്യാമ്പിലായിരുന്നു 2 ദിവസം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാടുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അന്ന് സാറ്റലൈറ്റ് വഴി അവരുടെ ഇതുണ്ട്, അതൊക്കെ വഴി കണക്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അന്ന് കോണ്ടാക്ട് ഒക്കെ ഓഫീസേഴ്സാണ് സഹായിച്ച ബോർഡറിലുള്ള. അപ്പം നമ്മുടെ ബോർഡറിൽ നിൽക്കുന്ന ഓരോ ആർമി ഓഫീസേഴ്സിന്റെ ക്യാമ്പിലൊക്കെ നിന്നതാണ്. അപ്പൊ അവരുടെ ലൈഫ് എങ്ങനെയാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മിലിറ്ററി ഓഫീസേഴ്സിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ യാത്രകളിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ കൂടെ, അവരുടെ കൂടെ കുറച്ചധികം നാള് സ്പെൻഡ് ചെയ്യാനും എങ്ങനെയാണ് അവരവിടെ ബോർഡറിൽ കഴിയുന്നത് എന്നുള്ളതൊക്കെ അത് കാണാനും അതൊക്കെ നേരിട്ട് അനുഭവിക്കാനൊക്കെ പറ്റി. അത് നമ്മളുടെ കുപ്വാര എന്നൊക്കെ പറയുന്ന വാർത്തകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്, അങ്ങനെയുള്ള റീജിയനിലൊക്കെ. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RR എന്ന് പറയും, രാഷ്ട്രീയ റൈഫിൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ ഒരു രീതിയിൽ അതുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ കാശ്മീരിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ, അതായത് നമുക്ക് മിലിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, തോക്കൊക്കെ പിടിച്ച് വെടിവെക്കാനായിട്ടെല്ലാം അങ്ങനെ ആളുകൾ വരുമ്പോൾ എതിർക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആളുകളെ മീശയൊക്കെ പിരിച്ച് പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എന്നൊക്കെയുള്ള രീതിയിലല്ലേ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും അങ്ങനൊന്നും അല്ലായിരുന്നു. ഭയങ്കര വ്യത്യാസമായിരുന്നു. അവിടെയുള്ള എന്താ പറയാ, ഇപ്പം വീട്ടിലെ അമ്മമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ, അവരെ തയ്യൽ പഠിപ്പിക്കുന്ന, തുന്നൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന കുട്ടികൾ, ഇന്റീരിയർ വില്ലേജുകളിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ ഒക്കെ നടത്തുന്ന ആ രീതിയിൽ. അതുകൂടാതെ നമ്മൾ കാശ്മീരിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ, കാരണം അവിടെ മുസ്ലിം മതവിഭാഗമാണല്ലോ കൂടുതലുള്ളത്, അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ കുറവായിരിക്കും. പ്രത്യേകിച്ച്
ഹ്യൂമൻ റൈറ്റ്സ് എന്നല്ല, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവർക്കും ഇടയിൽ ഉണ്ടാവും. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവിടുത്തെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ വുമൻസ് ക്രിക്കറ്റ് ലീഗൊക്കെ ആർമിയുടെ നേതൃത്വത്തിൽ അവർ കണ്ടക്ട് ചെയ്യുന്നു. പെൺകുട്ടികൾക്ക് ആ രീതിയിലുള്ള അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വേറെയും പല കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലരും ഇപ്പം ആർമി ഉദ്യോഗസ്ഥരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കമന്റുകളൊക്കെ കാണാറുള്ളതാണ്, അവർക്ക് സാലറി കിട്ടുന്നതുകൊണ്ടല്ലേ, ഇത്ര സാലറി കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവരുടെ ജോലിയാണ്, വെറും ജോലിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ആ ഒരു ജോലിയാണെന്നൊക്കെ രീതിയിൽ അപ്പം അവരുടെ കൂടെ കഴിയുന്ന സമയത്ത് ഇപ്പൊ അവരുടെ ഫാമിലീസ് ഗാദറിംഗ് ഒക്കെ വരുന്ന ടൈമൊക്കെ ഉണ്ടോ, വലിയ ക്യാമ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്ര ദിവസത്തേക്കൊക്കെ അവർക്ക് അങ്ങനെ വന്ന് നിൽക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എനിക്കും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ അങ്ങനെ ഫാമിലി വന്നപ്പോൾ അവരുടെ കൂടെ അപ്പൊ അവരുടെ ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെന്റ് കാര്യങ്ങള്, അങ്ങനെ എല്ലാവരും സന്തോഷം, ഓൺലി ഹാപ്പി വൈബ് ആ ഒരു രീതിയിൽ. പെട്ടെന്നൊരു അങ്ങനെ ഒരു കോൾ എന്തോ വന്നതിന് ശേഷം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഉദ്യോഗസ്ഥരായിട്ടുള്ള അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അത്രയും നേരം ഹാപ്പിയിലുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മാറുകയാണ്. അതായത് സം കൈൻഡ് ഓഫ് മിലിറ്റന്റ് ഗ്രൂപ്പ് അവിടെയുള്ള ഏതൊരു വില്ലേജ് ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇതാണ് റെയ്ഡിന് പോകാനുള്ള ഒരു കോൾ, അങ്ങനെയുള്ളൊരു സാധനമാണ് വന്നത്. അപ്പോഴത്തേക്കും കാരണം ഫാമിലി കാര്യങ്ങൾ അവരെല്ലാം ആ ഒരു രീതിയിൽ വന്നതാണ്. അപ്പോഴത്തേക്ക് അത്ര നേരം സന്തോഷകരമായിട്ടുണ്ടായിരുന്ന ഒരു സാധനം പെട്ടെന്ന് അങ്ങോട്ട് മാറി. കാരണം ഇവരിനിയിപ്പോ പോയിട്ട് തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ ഒക്കെ മാറി അങ്ങനെ പോയി. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ കാണുന്നത് പോലല്ല ഇതിന്റെ ഉള്ളിൽ ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സുധിയുടെ ട്രാവൽ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെയാണ്? ഓരോ ഇതൊക്കെ ഒറ്റത്തടിയാന്ന് അറിയാം, എന്നാലും ഞാൻ ചോദിക്കാം, ഒറ്റത്തടിക്ക് പോകുമ്പോ എന്താണ് എക്സ്പെൻസ്? ഒരു കാര്യം എന്താന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ ഇതുവരെ എന്റെ യാത്രയ്ക്ക് പോകുന്ന എക്സ്പെൻസ് ഒരു യാത്ര കഴിഞ്ഞിട്ട് ചെലവ് എത്രയായി എന്നുള്ളത് നോർമലി ഞാൻ കൂട്ടി നോക്കാറില്ല. യാത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കലില്ല. അത് ടെൻഷൻ അങ്ങ് കുറഞ്ഞു കിട്ടുമെന്ന് എന്തായാലും എന്റെ സന്തോഷത്തിന് വേണ്ടി കൂടി ഞാൻ ചെലവാക്കിയ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ഒരു മിനിമം ഇപ്പം ഇന്ത്യ ഇപ്പൊ ഇത്രയും ട്രാവൽ ചെയ്ത് മിനിമം എത്ര സ്പെൻഡ് ആയി കാണും ഇതുവരെ ഉള്ളതിലോ? ശരിക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല സത്യം. ഇന്ത്യ യാത്രകളിലൊക്കെ എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ സ്പെൻഡ് ആയെന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഈ വില്ലേജുകളിൽ എന്റെ ഹാപ്പിനെസ് കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുകൂടാതെ നമുക്ക് ചെലവ് ചുരുക്കി യാത്രകൾ ചെയ്യാൻ പറ്റുന്നതും വില്ലേജുകളിൽ കൂടിയാണ്. കാരണം നമുക്ക് ടെന്റ് അടിച്ച് ക്യാമ്പൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒക്കെയും വില്ലേജുകൾ, സിറ്റിയിൽ പോയിട്ട് സിറ്റിയിൽ നടക്കുമ്പോൾ ടെന്റ് അടിക്കലും പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പം വില്ലേജുകളിലൂടെ പോകുമ്പോൾ നമുക്ക് മാക്സിമം ചെലവ് ചുരുക്കി കൂടി യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ പരമാവധി ടെന്റ് കാര്യങ്ങളൊക്കെ കൂടെ കരുതും, കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൂടെ കരുതും. ഓക്കെ. ഇപ്പൊ ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ ഐറ്റിനറി സുധിയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതൊന്ന് സെറ്റ് ആക്കി കൊടുക്കുന്നത്? ഏതെങ്കിലും പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഉണ്ടോ അതിന്? ഹിമാലയസ് കാണാൻ വേണ്ടിട്ടാ? അല്ല വേണ്ട, കാശ്മീർ പിടിക്കാം. കാശ്മീർ ആണെങ്കിൽ നമുക്ക് ചെലവ് ചുരുക്കി, നമുക്ക് വലിയ ആഡംബരം ഇതൊന്നുമല്ല, ഒരു ചെലവ് ചുരുക്കി. ടെന്റ് എല്ലാവർക്കും അടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാശ്മീരിൽ പോയിട്ട് തണുപ്പുള്ള സമയത്ത് ടെന്റ് അടിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഒരു മിനിമം നമുക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്താൽ ഒരു കാശ്മീർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും? മിനിമം സ്പെൻഡ് ഞാൻ നോർമലി ഈ ബൈക്ക് എടുത്ത് ഞാൻ തന്നെ എന്റേതായ രീതിയിൽ യാത്ര പോകുന്നതുകൊണ്ടേ ഈ ബാക്കിയുള്ള ആളുകൾ അല്ലാത്ത രീതിയിൽ പോകുമ്പോൾ എക്സ്പെൻസസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കറക്റ്റ് എമൗണ്ട് പറയാൻ അറിയില്ല. എന്നാലും ഞാൻ പറയാം, ശരിക്കും നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇപ്പത്തെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ജമ്മു വരെ നമുക്ക് ട്രെയിന് തന്നെ പോകാം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുന്ന് വന്ദേ ഭാരത് ഉണ്ട്, വന്ദേ ഭാരതിൽ അല്ലാതെ ആണെങ്കിൽ ടാക്സി പിടിച്ചിട്ട് നമ്മൾ നേരെ ശ്രീനഗർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം സ്റ്റേകൾ, വലിയ ലക്ഷറി ഹോട്ടലുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഹോം സ്റ്റേകൾ, ചെറിയ ചെറിയ ബഡ്ജറ്റിന്റെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ഉണ്ട്. നമുക്ക് താമസിക്കുന്നതിലെ കുറച്ച് ലക്ഷറി കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക്
നല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. യാത്രയിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്കൊരു എക്സ്പെൻസ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേയുടെ ആണ്, താമസത്തിന്റെ ആണ്. അതിലൊരു ലക്ഷറി കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനൊക്കെ കൊണ്ടാണ് ടെന്റ് ഒക്കെ ആയിട്ട് യാത്ര പോകുന്നത്. അപ്പോഴും ബഡ്ജറ്റ് പറഞ്ഞില്ല ഒരാൾക്ക്. ഞങ്ങൾ ഇനി പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഒരു റൗണ്ട് ഓഫ് പറഞ്ഞാച്ചാ മതി. 50 അത്രയൊന്നും വരില്ല. ആ ഞാൻ ഓർത്ത് പറയാൻ ബുദ്ധിമുട്ടിയപ്പോ ഇനി 50 എബോ വരുമോ? അത്രയൊന്നും വരത്തില്ലല്ലോ. 20 നമുക്ക് ഒതുക്കാൻ പറ്റും ഒരു കാശ്മീർ നമുക്ക് പോയി വരാൻ വേണ്ടിയിട്ട് ഒരു 20 രൂപയ്ക്ക് അവിടത്തെ അത്യാവശ്യം നമുക്ക് കാണാനും അല്ലെങ്കിൽ 20 ട്രെയിന് തന്നെ പോയി ട്രെയിനിൽ തന്നെ വരാനാണെങ്കിൽ നമുക്ക് ഒരു 20 രൂപയ്ക്കെല്ലാം നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും യാത്ര പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് കംഫർട്ട് എടുത്തിട്ട് യാത്ര ചെയ്യുക. ബഡ്ജറ്റ് എന്നുള്ളത് മാത്രം ചിന്തിക്കാതെ യാത്രയ്ക്ക് വേണ്ടി കുറച്ചധികം എമൗണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും യാത്ര എന്തായിരിക്കണം, അതൊരു നല്ലൊരു മെമ്മറി, സന്തോഷമുള്ള മെമ്മറി ആയിരിക്കണം. നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ചെലവഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ടെന്റ് അടിച്ച് പോയിട്ടുണ്ട്, ചെലവ് ചുരുങ്ങാൻ പറ്റും എന്ന് പറയുന്നത് കാശ്മീരിലേക്ക് പോകുന്ന അവിടെ ടെന്റ് അടിച്ച് താമസിച്ച് അവർക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് സീസൺ ഒക്കെ അനുസരിച്ച് അന്നേരം ഇപ്പം കുറച്ച് നമ്മളുടെ കംഫർട്ടിനും കൂടി കുറച്ച് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര നല്ല മെമ്മറബിൾ ആയിരിക്കും. ഏറ്റവും സങ്കടപ്പെടുത്ത അല്ലെങ്കിൽ സങ്കടകരമായ മെമ്മറീസ് എന്ന യാത്രയുണ്ടോ സുധിക്ക്? സങ്കടകരമായിട്ടുള്ള മെമ്മറീസ് തന്ന ഒരു യാത്ര അങ്ങനെ ഉണ്ടോ? ചിന്തിക്കാൻ സമയം തരുമോ? ചിന്തിച്ചോളൂ. ഇപ്പൊ പോകേണ്ടായിരുന്നില്ല, നമ്മൾ മെമ്മറീസിന് വേണ്ടിയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം എല്ലാ യാത്രയും നമുക്ക് മെമ്മറീസ് തരുന്നുണ്ട്. എന്നാൽ ഒരു പർട്ടിക്കുലർ ഒരു ട്രാവലില് കുറച്ച് സങ്കടവും കുറച്ചൊരു ഗ്ലൂമി മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു യാത്ര മനസ്സിലുണ്ടോ? പോയിട്ട് കുറച്ചും കൂടി ചെയ്യേണ്ടിയിരുന്നില്ല, ആ യാത്ര ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു ഇതിൽ പോയി പെടണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൗത്ത് ഏഷ്യൻ കൺട്രീസിലൂടെ ട്രാവല് സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരു ബ്രോ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു സൈക്കിളിൽ സിംഗപ്പൂർ വരെ പോകാന്നുള്ളത്. പുള്ളി അങ്ങനെ യാത്ര ചെയ്തോണ്ടിരുന്ന ആളാണ്. അപ്പം എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിഷാന എന്ന് പറയുന്ന കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുള്ളിയുടെ ഈ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ടപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സൈക്ലിങ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു യാത്രയിൽ അങ്ങനെ പോയി ഞങ്ങൾ കംബോഡിയ എന്ന് പറയുന്ന കൺട്രിയിലെത്തിയ സമയത്ത് അവിടെ നിന്നും ഇങ്ങനെ ഓൺലൈൻ ഇങ്ങനെ ഒരു അതിന് യാത്രയ്ക്ക് തുടക്കത്തിലെ കുറച്ചധികം പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം മ്യാൻമറിന്റെ ബോർഡറിൽ, കാരണം മ്യാൻമറിൽ ഇഷ്യൂ നടക്കുന്നതിനെ തുടർന്ന് ഒരിടയ്ക്ക് അത് തുറന്നായിരുന്നു. ആ തുറന്ന സമയത്താണ് നമ്മളത് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ പോകുന്നതിന് കുറച്ച് ഒരാഴ്ച മുമ്പായിട്ട്, ഞങ്ങൾ അവിടെ എത്തുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് അങ്ങനെ പോയ ഒരു ടൂറിസ്റ്റിനെ തട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെയൊക്കെ പ്രശ്നമായിട്ട് അത് അടച്ചു, വീണ്ടും അടച്ചു. അതിനിപ്പോ നമുക്ക് പോകാൻ പറ്റാതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു സൈക്കിൾ എല്ലാം കൂടി തായ്ലൻഡിലോട്ട് എത്തിക്കേണ്ടതൊക്കെ വന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രഗിൾ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ അന്നും ഞാൻ വ്ളോഗുകൾ ചെയ്യാറുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം ഇങ്ങനെ ലൈവില് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോ ഒരു അങ്ങനെ ലൈവില് വന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണെന്ന് പറഞ്ഞൊരു പുള്ളി സാക്ക് എന്നാണ് പേര്, അവിടുത്തുകാരനാണ് എന്ന് തോന്നുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു കംബോഡിയ വരുവാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാളെ വിശ്വസിച്ചു. പക്ഷെ ഞങ്ങള് ആ ഒരു യാത്ര ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ രസകരമായിരുന്നു, ഭയങ്കര വല്ലാത്ത ഒരു മെമ്മറി ഒക്കെ ആയിരുന്നു അത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ട്രാപ്പായി പോകുന്ന രീതിയിൽ ഒരിതായി. അവിടെ കുറച്ചധികം നാള് നമ്മളവിടെ കുടുങ്ങി നിന്നിരുന്നു കംബോഡിയയില്. അപ്പം എനിക്ക് തോന്നിയായിരുന്നു ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന്, അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണ്ടായിരുന്നു. നമ്മൾ നമ്മളുടേതായ രീതിയിൽ നോക്കിയാൽ മതിയായിരുന്നു, ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. എന്നോടിപ്പോ ചോദിച്ചില്ലായിരുന്നു ഇന്ത്യ യാത്രയാണ് കൂടുതൽ ചെയ്തത്, എന്തുകൊണ്ട് പുറത്തേക്ക് തുടങ്ങിയില്ല? ഞാനിപ്പോ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് പുറം രാജ്യങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ ഇറങ്ങിയതാണ് ഈ ഒരു സൈക്ലിങ്ങുമായിട്ട്. അപ്പൊ ആ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു അനുഭവം, മോശം അനുഭവം വന്നതിന് ശേഷം പിന്നെ ഒരു പേടി കൊടുങ്ങാന്നൊക്കെ പറഞ്ഞത് ശരിക്കും അതൊരു ട്രോമ പോലെയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ കുടുങ്ങി 2 മാസത്തോളം കംബോഡിയയിൽ കുടുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് പുറം രാജ്യത്തേക്ക് പോകുമ്പോ ഈ ഒരു സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് എന്നാ വേണ്ട പിന്നെ നോക്കാം അങ്ങനെ നീണ്ടു പോയത്. ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്ന ഒരു യാത്ര ഏതാ? ബ്യൂട്ടിഫുൾ മെമ്മറീസ് എപ്പോഴും ആ സ്ഥലത്തെ കുറിച്ച് ഇങ്ങനെ കണ്ണടച്ചേക്കുമ്പോ എന്ത് രസം എന്ന് മാത്രം മനസ്സിൽ തോന്നുന്ന ഒരു യാത്ര? അത് ശരിക്കും ഉണ്ടല്ലോ ചെറുപ്പത്തിൽ പോയൊരു യാത്രയാണ്.
ഓ ഓക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 4ാം ക്ലാസ്സിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലേക്ക് യാത്ര പോയായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഓക്കെ അന്നും ഗ്രാമമായിരുന്നു ഫാമിലിയുടെ ഗ്രാമത്തിലേക്കാണ് വെറുതെ അത് എങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തായിട്ട് ഈ കട്ടക്കളമുണ്ട്. ഇഷ്ടിക തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അന്നത്തെ കാലത്ത് ആളുകൾ വന്നോണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള അവരുമായിട്ട് നമ്മൾ ഭയങ്കര കാരണം നാട്ടിൻപുറമാണല്ലോ, അപ്പൊ അവരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ അവര് ഒരു ഇതിന് തിരിച്ച് നാട്ടിലോട്ട് ലീവിന് പോകുന്ന എല്ലാരും കൂടി പോകുന്ന സമയത്ത് നിങ്ങൾ കൂടി വരുവാണെങ്കിൽ ഞങ്ങൾ 2 ഫാമിലിയാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളെ എല്ലാരും കൂട്ടി ഞങ്ങൾ കൂടെ കളിക്കുന്ന ഞങ്ങൾ 2 കുടുംബത്തിലെ 2 ആളുകള് ഞങ്ങളെല്ലാരും കൂടി അന്ന് ആ ഒരു ചെറുപ്പത്തിൽ പോയി. ശരിക്കും നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത യാത്രകൾക്ക് ഭയങ്കര ഇമാജിനേഷൻ കൂടി ഇപ്പൊ ചിന്തിക്കുമ്പോൾ കുറെ കൂടി ഇമാജിനേഷൻ കൂടി ആയിട്ട് ഭയങ്കര കളർഫുൾ ആയിരുന്നു. അപ്പൊ അന്ന് ആദ്യമായിട്ട് തമിഴ്നാട് കാണുക, ട്രെയിനിലൊക്കെ കയറുന്ന ആദ്യമായിട്ട് ട്രെയിന്, വട അതൊക്കെ കഴിച്ച് ഈ എന്താ പറയാ അങ്ങനെ അവിടെ എത്തി. അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ഭക്ഷണ വ്യത്യാസങ്ങള്, പിന്നെ ഓരോ വീട്ടിലേക്കും ഈ പണിയെടുക്കുന്ന കട്ടക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിക്കാരുണ്ടാവും. അപ്പം ഓരോരുത്തരുടെ വീടുകളിലേക്കും വലിയ അതിഥികളായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെന്ന് കയറുക, അതൊക്കെ ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു. ഇന്ന് ചിന്തിക്കുമ്പോഴും ആ യാത്ര ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഓക്കെ, എപ്പോഴും സോളോ ട്രാവൽ ചെയ്യാനാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുക, അത് തന്നെയാണ് ഇഷ്ടം? അതെ. അപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? കല്യാണം കഴിക്കാൻ വരും. അപ്പൊ എന്തായാലും ഭാര്യനെ കൊണ്ടുപോകണല്ലോ. അപ്പൊ സോളോ ട്രിപ്പ് തന്നെ കൊണ്ടുപോയാന്നൊക്കെ ചോദ്യം വരുമല്ലോ. അപ്പം എങ്ങനെയാണ് പാർട്ട്ണറിനെ? അല്ല, ഇത്രയും നാളത്തെ കാര്യമായിരുന്നല്ലോ. ഇതുവരെയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ എനിക്ക് എന്തുകൊണ്ട് സോളോ പോകുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും കുറച്ച് റിസ്കി യാത്രകൾ എടുക്കാറുണ്ട്. അന്നേരം ഇപ്പം 2 പേരാകുമ്പം അവരുടെ കൂടി ഞാനായിട്ട് കൊണ്ടുവന്ന ഒരു റിസ്കിലേക്ക് ഇടരുത് എന്നുള്ളൊരു ഇത് കൂടിയുണ്ട്. അതുകൂടാതെ പിന്നെ യാത്ര ഒറ്റയ്ക്ക് പോകുമ്പോ എന്റെ യാത്രകൾ ഈ രീതിയിലായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യത്തിലും നിർബന്ധമില്ല. എനിക്ക് പലപ്പോഴും യാത്രകളിൽ പോകുമ്പോൾ എനിക്ക് കൂട്ടുകാരെ കിട്ടാറുണ്ട്, വഴിയിലും അല്ലാതെയൊക്കെ ആയിട്ടും യാത്രകളിൽ എനിക്ക് ആളുകൾ ഓരോരുത്തരായിട്ട് കിട്ടാറുണ്ട്. അപ്പം അവരുടെയൊക്കെ കൂടെ അങ്ങനെ യാത്രകൾ പോകുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഭാവിയില് അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതെ, കൂടെ കേറിക്കോളൂ. ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ ഒരു ടെന്റും കൂടെ എക്സ്ട്രാ മേടിച്ചാൽ മതിയല്ലോ അല്ലേ? ഭാര്യ ആകുമ്പോ ഒരു ടെന്റ്. ശരിയാണല്ലോ, ഞാൻ അതെ അതെ അതെ, ഇപ്പൊ ഞാൻ ഏറിപ്പോയ അടുത്തത്. ഈ സിംഗിൾ ആണോ? സിംഗിൾ അല്ല. അല്ല, ലാസ്റ്റ് അതും കൂടെ അങ്ങ് ചോദിച്ചങ്ങ് അവസാനിച്ചു. അപ്പൊ സുധി സിംഗിൾ അല്ല. ഓക്കെ, ഇനി നമുക്കൊരു കപ്പിൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നും ഇല്ല. ഈ വർഷം കല്യാണം ഉണ്ടാവോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തീരുമാനമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഗോ വിത്ത് ഫ്ലോ നോക്കാം അല്ലേ? ഓക്കെ, എനിക്ക് സുധിയോട് ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, എന്റെ ഹസ്ബൻഡിന്റെ നാടും കണ്ണൂരാണ്. കണ്ണൂർ എന്തെങ്കിലും കാണാനുണ്ടോ? എന്ത് ഗ്രാമമായാലും എനിക്ക് കുഴപ്പമില്ല. കണ്ണൂരിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്? ഞങ്ങളുടെ മലയോര മേഖലകള് കുടിയാമല പോയിട്ടുണ്ട്. കുടിയാമല, പൈതൽമല, ഞങ്ങളുടെ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം, ശശിപ്പാറ. ഒരു കാലത്തുണ്ടല്ലോ, എനിക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു എനർജി ലോ വരുന്ന സമയത്ത് ഞാൻ പോയിരിക്കുന്ന ഒരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുള്ള കാഞ്ഞിരക്കൊല്ലിയിൽ തന്നെയുള്ള ശശിപ്പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിതാ തോന്നുമെങ്കിലും ശരിക്കും അതിന്റെ പൊക്കത്ത് പോയിരുന്ന ഒരു മഴയൊക്കെ പെയ്ത് ഒഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് പോയിരിക്കുവാണെങ്കിൽ ഭയങ്കര വൈബിൾ ഇരുന്നാണ് ആ ഒരു സ്ഥലം. അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ നമ്മുടെ നാട് മൊത്തം കാണാനൊക്കെ ഉള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലെ രാവിലെ എണീറ്റ് ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളി റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി പോവുക, പുഴയിൽ പോയി കുളിക്കുക, അതൊക്കെ ഭയങ്കര രസമുള്ളതാണ്. ജീവിതങ്ങളാണല്ലോ പൊതുവെ. ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ എന്നതിനേക്കാൾ ഉപരി ഒരു നാട്ടിൽ പോകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ ജീവിതം കാണാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ എണീക്കുക, നേരെ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ യാത്ര പോവുകയാണെങ്കിൽ ഇപ്പം രാവിലെ എണീറ്റ് ഒന്ന് നടന്ന് അവിടുത്തെ ഒരു ജംഗ്ഷനിൽ പോയി ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് അവിടുത്തെ ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പം എല്ലാ സ്ഥലത്തും കാണാനായിട്ടുള്ളതുണ്ട്. നമ്മുടെ കണ്ണൂർ ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇനി കണ്ണൂർ ഹസ്ബൻഡിനെ കേൾപ്പിക്കുന്നതായിരിക്കും. ഇനി നമ്മളിരുന്ന് ഒരുപാട് എന്നെ കൊതുക് കടിച്ച് നോക്ക്, ഇവിടെ മൊത്തം കൊതുക് കടിച്ചെന്നെ വെച്ചേക്കാണ്. അപ്പൊ സുധിക്ക് എന്തായാലും കടിക്കുന്നുണ്ടാവില്ല, ഫുൾ കവേർഡ് ആയിട്ടാണ്. പിന്നെ ഒരുപാട് ട്രാവൽ 2026 ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആവട്ടെ, ഒരുപാട് നല്ല മനുഷ്യരെ കാണാൻ സാധിക്കട്ടെ. ഇപ്പൊ ലൈഫിൽ ആഗ്രഹിച്ചതെല്ലാം സുധിക്ക് ഈ വർഷം
നേടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നല്ല അടിപൊളി കാര്യങ്ങൾ, വെറൈറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് താങ്ക് യു സുധി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇവിടെ വന്നിരുന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനും കുറച്ചധികം നേരം യാത്രയുടെ ലോകത്തേക്ക് വീണ്ടും തിരിച്ച് ഇപ്പം അല്ല എന്റെ ഇത്രയും നാളത്തെ യാത്രകളിലോട്ടൊക്കെ ഞാൻ വീണ്ടും മനസ്സുകൊണ്ടാണെങ്കിലും ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു കറങ്ങി വന്നൊരു ഫീൽ ഉണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമുക്ക് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും സോ സ്നേഹം മാത്രം. അപ്പൊ താങ്ക് യു സുധി, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇത് നമുക്ക് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കോട്ടേഴ്സ് തന്നിരിക്കുന്നത് കൊക്രോ കഫേ ആണ്. അപ്പൊ അവർക്കും ഞാൻ നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്.